കുഞ്ഞാപ്പോ അല്ല ഇജെന്താ ഇവിടെ കളിക്കണ്? ഞാന് മഴയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം വന്നതല്ലേ, അപ്പൊ ഇതേമാതിരി നല്ല കളിപ്പാട്ടൊക്കെ ഒളിച്ചു പോകാൻ നോക്കിയപ്പോ ഒരു വിമാനം കിട്ടി. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കിയായിരുന്നു. അല്ല ഞാൻ ഇപ്പൊ ഇന്നലെ വന്നപ്പോ എന്റെ പെര വന്നിട്ട് വിളിച്ചിട്ട് മുണ്ടാഞ്ഞ എന്റെ പെരയിൽ ആരൊക്കെ ഉണ്ട്? എന്നെ കണ്ടില്ല, ഗ്രില്ലൊക്കെ പൊട്ടിക്കണേ. ജിന്നെ കണ്ടില്ല? എന്നോട് പറയാന് ഇന്നലെ രസം ഉണ്ടായി. പിന്നെ അങ്ങോട്ട് കറുത്ത പൂച്ചല്ലേ, അതിന്റെ ചുണ്ടുമ്പോ മാന്തി. അതാണ് ചുണ്ടൊക്കെ പൊളിച്ചിക്കണല്ലേ? ചുണ്ടുമ്പോ മാന്തിട്ടേ ഞാന് ആസ്പത്രി പോയിട്ടേ എന്താണ് വരെ പോയി. ആസ്പത്രി ഇവിടുത്തെ ആസ്പത്രിക്ക് ചെക്കന്മാര് കൊണ്ടുപോയി, എന്റെ അയൽവാസി ചെക്കണ്ടല്ലോ, ഓൻ കൊണ്ടുപോയി ഇവിടെ സൂചിച്ചടിച്ച് കൊറേ ഒളിച്ചിറങ്ങി. തലമ കടിച്ചിട്ട് കൈമല സൂചിച്ചടിച്ച് ചെയ്യാത്ത പൂച്ചട്ടാ. കുഞ്ഞ കുട്ടിയാകുമ്പോ എത്ര പോലെ അതിന് പൊടിപ്പാല് കൊടുത്തിന്ന് ഞാൻ പൊടിച്ച് നടക്കുന്നിട്ടാ. അപ്പൊ ഒരു നായിനെ കണ്ടപ്പോ എന്റെ മേലെ കൂടെ കേറിയിട്ട് ഇവിടെ ചുണ്ടുമ്പോ മാന്തി, ഇവിടൊക്കെ മാന്തി. അതില് പൂച്ചനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ നായി കടിക്കാൻ വരിച്ചിട്ടാവും, പേടിച്ചിട്ടേ എന്നെ പിടിച്ചതാവും. ആടാ എന്നിട്ട് ഓര് പറഞ്ഞു ഇവിടെ ഈ സൂചി ഇല്ലാന്ന്. ഞങ്ങള് ഇന്നെ കൂട്ടിട്ട് വേറെ ചെക്കൻ കൊണ്ട അപ്പൊ പണിയുണ്ടായില്ല ചെക്കൻ, ഓൻ കൊണ്ടുപോയിട്ട് പൊന്നാനിക്ക് കൊണ്ടുപോയി. പൊന്നാനി കൊണ്ടുപോയപ്പോ ഓര് പറഞ്ഞ് ഇവിടുന്നുള്ളത് സൂചി അടിക്കൂല, ഇവിടുന്നുള്ളത് അടിക്കൂല. ചുണ്ടുമലല്ലേ കടിച്ചിക്കണേ. എന്നിട്ട് ഒരു കാര്യം മെഡിക്കൽ കോളേജിക്ക് പോവാന് തൃശ്ശൂര്. അങ്ങനെ ഞങ്ങള് പിന്നെ അങ്ങോട്ട് പോയില്ല. എന്നിട്ട് ഞങ്ങള് ഇവിടെ ഉണ്ടല്ലോ തിരൂര്, അവിടെ പോയി. എന്നോട് പറയെന്തു പോരാ ആൾക്കാരാണ് വന്നെ. അല്ലെ നായിനെ കടിച്ചിട്ടും പൂച്ചനെ കടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. നായ് പൂച്ചയും കടിച്ചിട്ട് നായിനെ കടിച്ചിട്ടാവൂല. അല്ല നായ കടിച്ചിട്ട് പൂച്ച കടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലെങ്കിൽ പറയാ ഒരു കൊറേ നേരം നിന്ന് ഒരു മണി ഇത് കുത്തിയിട്ട് 1 മണി കഴിഞ്ഞിട്ട് പിന്നെ 2 കുത്തിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എവിടെ കുത്തിയത്? ഇവിടെ അവിടെ കുത്തിയിട്ട് ഞാൻ എന്റെ ഇമാനെ വിളിച്ച് അല്ല ഇവിടെ അല്ല മാന്തേ, അപ്പൊ അവിടെ തന്നെ കുത്തുള്ളൂ. കുത്തിയടാ ഇവിടെ പോയിട്ട് എവിടെ അടിച്ചേ? ഇവിടെ ഈ 2 കടിച്ചുമ്മ. അപ്പൊ മൊത്തം 3 കുത്തി കിട്ടിയല്ലേ? ഇവിടെ പിന്നെ എങ്ങനെ കുത്തി അടച്ചിന്ന് അല്ല. ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞാ ഞാൻ എന്നിട്ട് അവിടെ തന്നെ പറഞ്ഞ് ഞാൻ പൂച്ചനിട്ടൊന്നും കളിക്കൂലെന്ന്. പൂച്ചനായിട്ട് കളിക്കുമ്പോ ശ്രദ്ധിക്കണം. ഓല് പിന്നെ എന്ന് പറഞ്ഞാല് പേടിച്ചിട്ടേ അല്ല നായ്ക്കളും വന്ന് നമ്മള് കൊത്തി പിടിക്കാണ്. അപ്പൊ പിന്നെ അവിടെ മാന്തേലും മുറിയാലും പിന്നെ സൂചിക്കലും. വാക്സിൻ ചെയ്താൽ മതി പൂച്ചക്ക്. അല്ല വാക്സിൻ എടുത്താൽ മതി പൂച്ചനെ കുത്തിയേക്കുക. എന്നാ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് കേക്ക് ഇജ്ജ് വന്നില്ലേ, ഞാൻ ആശുപത്രി പോയിട്ട് വന്നതാണ്. ഇജ്ജ് വന്നിട്ട് അവിടെ ഒച്ച ഉണ്ടാക്കാനൊക്കെ ഞാൻ കേട്ടിക്കണ്. അപ്പൊ ഉമ്മ പറഞ്ഞ് വാവ അവിടുന്ന് പറഞ്ഞ് ഒച്ചയും ബഹളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി വാവാനോട് നീട്ടണ്ട, പൂച്ച കടിച്ചിന്ന്. ആ വാത് തുറന്ന് വാവ കണ്ടിട്ടുണ്ടെങ്കിൽ വാവ എല്ലോട്ടും നടന്ന് പറയും കുഞ്ഞാപ്പൂനെ പൂച്ച കടിച്ചിന്ന്. അതുകൊണ്ട് ഞങ്ങള് പൂച്ചനെ വളർത്തുമ്പോ കുറെ ആൾക്കാർക്ക് കണ്ണിക്കടിയുണ്ട്. പിന്നെ ഒരാള് പറഞ്ഞിരിക്കണ് പൂച്ചനെ കൊണ്ടായിരുന്നോളി കടിക്കുമ്പോ അറിയാറിഞ്ഞിരിക്കണേ. പറഞ്ഞില്ലേ? അപ്പൊ അതേമാതിരിയായി. ഇനി എല്ലാവരോടും പറഞ്ഞെങ്കിൽ ഞങ്ങക്ക് വസ്സളല്ലേ വാത് തുറക്കഞ്ഞത്. അത് ശരി, അങ്ങനെയാണല്ലേ. എന്നിട്ട് പിന്നെ പൂച്ചനെ പിടിച്ചാ? പിന്നെ ഇന്നലെ പിടിച്ചില്ല, ഇന്ന് പിടിച്ച്. ഞാൻ പിടിക്കൂല, ഇനി നാളെ ചിലപ്പം പിടിക്കുള്ളൂ. ആ പൂച്ചനെ നാഗൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തടാ. ഈ സൂചി അടിക്കാൻ ഇവിടെ എത്ര ദിവസം കഴിഞ്ഞിട്ട്? 3 സൂചി ഉണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു 7-ാം തീയതി 11-ാം തീയതി പിന്നെ ഒരു 1-ാം തീയതി ഒക്കെ പറഞ്ഞു. എന്തായാലും സൂചി അടിച്ചോ, സൂചി അടിക്കാതിരിക്കണ്ട. അല്ല എന്താകെ പോട്ടെ എന്താ ഇവിടെ കിടന്ന് കഴിഞ്ഞാലിക്കണ്. ഞാൻ വെള്ളപ്പൊക്കം വന്നേലടാ, ഇതേമാതിരി കളിപ്പാട്ടൊക്കെ വന്നിട്ട് നോക്കാം, ഒരു വിമാനം കിട്ടി. അത് ശരി. ഞാൻ എന്നോട് പറയാന് ഫോട്ടോ എടുത്തപ്പോ മഴയും പെയ്യുന്നില്ല. മഴയൊക്കെ ഒന്നും 2 ദിവസമായിട്ടില്ലല്ലോ. എന്നാ ആയിക്കോട്ടെ.